വാർത്തകൾ തുടരുകയാണ്. തൃശൂരിൽ കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി സ്വദേശി മിഥുനാണ് മരിച്ചത്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന മിഥുനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചു. ഈ വാട്ടർ ഷോട്ടിട്ട് കിട്ടിയിട്ട് അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു മൊബൈലില്ലാത്ത കാരണം ആ സാറുമാർ മേടിച്ചു വെച്ച കാരണം ഓട്ടമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇവളെ പിന്നാലെ നടന്ന് കറിയായിരുന്നു. രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മിഥുനെ കണ്ടെത്തിയത്. പന്നിയിറച്ചി വാങ്ങിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത മിഥുന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ വാങ്ങാൻ ഇന്നലെ പൂങ്ങോട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മിഥുനെത്തി. എന്നാൽ രാവിലെ എത്തിയ മിഥുനെ വൈകുന്നേരം വരെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആരോപണം. വനംവകുപ്പിന്റെ മർദ്ദനത്തിലും സ്ഥിരം മൃഗവേട്ടക്കാരെന്ന രീതിയിൽ വന്ന മാധ്യമവാർത്തകളിലും മനംനൊന്താണ് മിഥുൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവരെ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷെ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളായി ചിത്രീകരിച്ചുകൊണ്ട് ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ ഇന്ന് പ്രവർത്തി ചെയ്തിരിക്കുന്നത്. ഇതിൽ നാട്ടുകാരെല്ലാം വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതിനെ എല്ലാ നടപടികളും ഇതിനുവേണ്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വരെ ഇപ്പോൾ എല്ലാവരും കൂടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം നാട്ടുകാർ തടഞ്ഞുവെച്ചു. ഒടുവിൽ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുനൽകാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.